നമസ്കാരം സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാനിന്നേ കുക്കിംഗ് വീഡിയോയോ ട്രാവൽ വീഡിയോ ഒന്നും അല്ല ചെയ്യുന്നത്. ഞാനിന്ന് എൻ്റെ അശ്രദ്ധ കൊണ്ട് എനിക്ക് പറ്റിയ ഒരു നഷ്ടത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പതിവ് പോലെ ഇന്നും ക്ലാസ്സിന് പോയി. എന്ന് ഞാൻ മൊബൈലൊക്കെ ബാഗിനകത്ത് വെച്ചോണ്ടാണ് പോകുന്നത്. ഇന്ന് കയ്യിൽ പിടിച്ചു, ഗ്രില്ലെല്ലാം പൂട്ടി, ഗേറ്റും ഒക്കെ പൂട്ടി. ബാഗിനകത്തിൽ പക്ഷെ മൊബൈൽ വെച്ചില്ല, എൻ്റെ മടിയിലിരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങി എൻ്റെ മടിയിൽ നിന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വണ്ടിയിൽ നിന്ന് അവിടെ ഇറങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ അങ്ങ് താഴെ വീണുപോയി. അതും ഞാൻ അറിഞ്ഞില്ല. അപ്പം ഞാൻ ശ്രദ്ധിക്കുന്നില്ല, കാരണം മൊബൈലൊക്കെ എൻ്റെ ബാഗിനകത്തിലാണ് എല്ലാ സാധനങ്ങളും ഞാൻ അങ്ങനെ കൊണ്ടുപോകാറ്. അപ്പൊ ഇന്ന് അതുപോലെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ 10:45 കഴിഞ്ഞായിരുന്നു. 11 മണിക്ക് ക്ലാസ് തുടങ്ങും. അപ്പം അവിടെ കയറി ഞാൻ അവിടെ പേരെഴുതി, പിന്നെ നമ്മൾ ക്ലാസ്സിന് കയറുന്ന സമയവും ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന സമയവും പിന്നെ എഴുതിയിട്ട് അവിടെ സൈൻ ചെയ്യണം. അപ്പൊ അങ്ങനെ ഞാൻ പേരെഴുതി സമയമൊക്കെ എഴുതി സൈൻ ചെയ്തേച്ച് അവിടെ ഇരുന്ന് നോക്കിയപ്പം എന്റെ ഫോണൊന്ന് നോക്കാൻ വേണ്ടി ബാഗ് തുറന്ന് നോക്കിയപ്പോൾ ഫോൺ കാണുന്നില്ല. അപ്പൊ ഞാൻ ഓർത്ത് ഇനിയും തിരിച്ച് ഞാൻ വരുന്നത് ബസ്സിനാണ് വരുന്നത്. അപ്പൊ ഞാൻ ഓർത്തു ഇവിടെ സിറ്റ് ഔട്ടിലെങ്ങാനും ഞാൻ ഗ്രില്ല് ലോക്ക് ചെയ്യാമെന്ന് നേരത്തെ സിറ്റ് ഔട്ടിലെങ്ങാനും ഫോൺ വെച്ചേക്കുവാണോ എന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലോട്ട് വിളിക്കാമെന്ന് കരുതി. അപ്പം വിളിക്കാൻ നോക്കിയപ്പം ഞാൻ അവിടെ ഇരുന്ന എൻ്റെ അടുത്ത് വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആരോടും വീട്ടിലല്ലേ, അവിടെ ഇരിക്കട്ടെ, ഇനി സോഫയിലാണോ എന്നുള്ളതായിരുന്നു എനിക്കൊരു സംശയം വന്നു. അകത്താണ്, അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു, മോളെ എൻ്റെ ഫോണിലോട്ടൊന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ അതിനെന്നാ വിളിക്കാമെന്ന് പറഞ്ഞു. വിളിച്ചപ്പോഴില്ലേ, അപ്പോൾ എൻ്റെ ഫോണിലോട്ടാ വിളിച്ചേ. വീട്ടില് എൻ്റെ ഇച്ചായനെ ഫോൺ എടുക്കത്തുള്ളൂ. പക്ഷെ ഇത് വേറെ ആരുടെയോ ശബ്ദം കേൾക്കുന്നു. എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഒരു സമയത്തേന് ഞാനുണ്ടല്ലോ അങ്ങ് ഒരുമാതിരി എൻ്റെ ഞാനങ്ങ് ഫുള്ളങ്ങ് ബ്ലാങ്ക് ആയി പോയ പോലെ. ഇത് ആരുടെ ശബ്ദമായി, എവിടെയാ, എനിക്കൊന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി പറഞ്ഞു, ആ എടുത്ത ആള് ചോദിച്ചു, ഇത് ആരുടെ ഫോണാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ ഫോണാ. അന്നേരം പറഞ്ഞു, ഇതേ കുറച്ച് കഴിഞ്ഞപ്പോ പുള്ളി എന്തൊക്കെയോ പറഞ്ഞു, ഞാനൊന്നും കേട്ടില്ല സത്യം പറഞ്ഞു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് എന്നതാ ചോദിക്കേണ്ടി, എന്നതാ പറയേണ്ടതെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അപ്പം കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ആ ഫോണിൽ നിന്ന് സംസാരിച്ച ആള് പറഞ്ഞു, അതെ, നിങ്ങളുടെ ഫോൺ കളഞ്ഞു പോയിട്ട് അവിടെ നിന്ന് വഴിയിൽ നിന്ന് ആരാണ്ടോ ഇവിടെ എടുത്തോണ്ട് തന്നതാന്ന്. അപ്പൊ ഇത് ഇന്നിടത്താണെന്നും പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ ഇൻസ്ട്രക്ടറെയും കൂട്ടി ഓഫീസിൽ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു എൻ്റെ കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ചെന്നു. എൻ്റെ ഇൻസ്ട്രക്ടറുടെ ഫോണിൽ നിന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചെന്നപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് തന്നെയാ നമുക്ക് മറുപടി തരുന്നത്. അപ്പൊ ചെന്നപ്പോഴാ പറഞ്ഞത്, ഇത് ഫോൺ വിൽക്കാൻ വേണ്ടി കടയിൽ കൊണ്ടുവന്നതാ. അവിടെ ചെന്നപ്പോൾ അവര് പറഞ്ഞു ഫോണിന്റെ ലോക്ക് എടുക്കാൻ പറഞ്ഞു. ലോക്ക് അഴിക്കാൻ പറഞ്ഞപ്പോഴേ അവർക്ക് ലോക്ക് അറിയത്തില്ല. അപ്പോൾ കിടന്ന് തപ്പുന്നു, ലോക്ക് എടുക്കാനായിട്ട് ഇങ്ങനെ തപ്പുന്നു. അപ്പം അവര് പറഞ്ഞു, ലോക്ക് എടുക്കാതെ അവിടെ ഫോൺ എടുക്കത്തില്ല. അവര് പറയുന്നത്, കടയിലെ അവര് ഞങ്ങളോട് പറഞ്ഞത്, പിന്നെ അങ്ങനെ ലോക്ക് അറിയത്തില്ലാത്തവര് ഒന്നുകിൽ ഫോൺ മോഷണമാണ്, അല്ലെങ്കിൽ കളഞ്ഞു കിട്ടിയ ഫോണാണ്. അപ്പോഴത്തേനും ഈ കൊടുക്കാൻ കൊണ്ടുവന്നയാള് ഫോണും കൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോയി. എന്നിട്ട് ഇറങ്ങിപ്പോയിട്ട് അവിടെ ആ സൈഡിൽ എവിടെയോ ഇട്ടിരുന്നു. അപ്പം വേറെ ഒരാൾ ഇത് കണ്ടിട്ട് ഈ ഫോൺ എടുത്ത് ആ കടയിൽ തന്നെ, ആ ഷോപ്പിൽ തന്നെ കൊടുത്തിരുന്നു. അപ്പം അപ്പോഴാണ് ഞാൻ വിളിച്ചത്. ഇതൊരു 10 മിനിറ്റിനകത്തിൽ നടന്ന കാര്യങ്ങളാ. എത്ര കൈമറിഞ്ഞു പോയെന്ന് നോക്കിക്കോണേ. അപ്പൊ ഞാനിതൊന്നും അറിയുന്നില്ല. ഞാനപ്പം വിളിക്കാൻ തോന്നിയത് തന്നെ ദൈവം തന്നൊരു ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഓർത്തു വീട്ടിലാണെങ്കിൽ വിളിക്കണ്ടല്ലോ, ഞാൻ എന്തായാലും ബസ്സിനാ വരുന്നത്. അപ്പൊ വേറെ ആവശ്യമൊന്നും ഇല്ലല്ലോ അങ്ങനെ വിളിക്കണ്ടേ, അതുകൊണ്ട് വിളിക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ എന്നെ അങ്ങോട്ട് സമ്മതിച്ചില്ല. അന്നേരം ഞാൻ അങ്ങ് ചോദിച്ചു, അങ്ങനെ വിളിച്ചു. അതുകൊണ്ട് കിട്ടി.
അല്ലേലും അവിടെ കടയിലാകും അറിയും. അല്ല ഈ കിട്ടിയ ആൾ അവിടെ കൊടുത്തില്ലെങ്കിലേ നമുക്ക് കിട്ടത്തില്ലല്ലോ. വിൽക്കാൻ കൊണ്ടുവന്നതും പിന്നെ ലോക്ക് എടുക്കാൻ പറ്റാഞ്ഞതും ഒക്കെ എന്നാ നമുക്ക് അതുകൊണ്ട് കിട്ടി. അപ്പം ആ കടക്കാരൻ നമ്മളോട് എങ്ങനെയാ പറഞ്ഞേ, അപ്പൊ ലോക്ക് എടുക്കാൻ അറിയത്തില്ല അതുകൊണ്ട് പുള്ളി ഇങ്ങനെ കളഞ്ഞിട്ട് പോയി, വേറെ ഒരാൾ ഇത് അവിടെ കൊണ്ട് കൊടുത്തു. അപ്പോഴാണ് നമ്മൾ വിളിച്ചത്. അപ്പം എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്നാന്ന് ചോദിച്ചാലേ, നമ്മളിലെ ഒരു സാധനം കൊണ്ടുപോകുമ്പോൾ എല്ലാവർക്കും ഒന്നും ഇങ്ങനെ സംഭവിക്കത്തില്ലായിരിക്കും. എല്ലാവരും അവരുടെ മൊബൈലൊക്കെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നത്. അഥവാ ഒരു ഇത്തിരി നേരത്തെ ഒരു അശ്രദ്ധ കാരണം നമുക്കൊരു നഷ്ടം. പക്ഷെ എനിക്ക് എൻ്റെ ഫോൺ തിരിച്ചു കിട്ടി കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ആർക്കും അങ്ങനെ അശ്രദ്ധ കൊണ്ട് ആർക്കും ഇങ്ങനെ നഷ്ടം വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് അവിടെ ക്ലാസ്സിൽ ഇരുന്നിട്ടും ഒക്കെ എനിക്ക് ഉണ്ടല്ലോ എന്തോ പറയണമെന്ന് അറിയത്തില്ലേ. നമ്മളുടെ എന്നാ ഫോട്ടോസും നമ്മുടെ എൻ്റെ എല്ലാം ഇതിനകത്തില്ല. കാരണം എനിക്ക് ചാനല്, അതിൻ്റെ സ്റ്റുഡിയോയെ എല്ലാം ഇതിനകത്തില്ല. അപ്പം ഇത് പോയാ പിന്നെ എനിക്ക് എന്നാ പറയേണ്ടതൊന്നും അറിയത്തില്ല. അപ്പോൾ എൻ്റെ ഫോൺ കളഞ്ഞു പോയത് കിട്ടി. കടക്കാർ തന്നെ പറഞ്ഞു ഭാഗ്യമുണ്ട് അതുകൊണ്ടാ കിട്ടിയെന്ന് പറഞ്ഞു. അല്ല ഈ കിട്ടിയ ആള് കടയിൽ കൊണ്ടുചെല്ലാതെ അങ്ങ് കൊണ്ടുപോയാൽ നമ്മൾ അറിയത്തില്ലല്ലോ. പിന്നെ ഇതൊക്കെ തിരിച്ചെടുക്കണമെങ്കിൽ എന്തോരം താമസമാ. നമ്മള് കേസ് കൊടുത്ത് അല്ലെങ്കിൽ നമ്മളൊക്കെ എവിടെയാ പോയെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും കളഞ്ഞുപോയ സാധനം തിരിച്ചു കിട്ടി. ഇതായിരുന്നു, ഈ ഫോണായിരുന്നു. അപ്പം അതൊന്ന് പറയാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ഒരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്തതാ കേട്ടോ. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, അവനവൻ്റെ സാധനങ്ങൾ സൂക്ഷിക്കുക. പിന്നെ ആദ്യം ദൈവത്തിന് നന്ദി പറയണം. കാരണം നമ്മുടെ ഒന്നും നഷ്ടം വരാതെ നമുക്ക് തന്നെ അത് തിരിച്ചു കിട്ടിയല്ലോ. അതുകൊണ്ട് പിന്നെ ഈ ഫോൺ കിട്ടിയിട്ട് അവിടെ വിൽക്കാൻ കൊണ്ടുവന്നയാളിനും പിന്നെ ഈ ഫോൺ വിൽക്കാൻ പറ്റാതെ അവിടെ എന്നാ പുറത്ത് കളഞ്ഞിട്ട് പോയി വേറെ ഒരാൾ കണ്ടിട്ട് ആ ആളെ ഈ ഫോൺ എടുത്ത ആ ഷോപ്പിൽ കൊടുത്തിരുന്ന ആൾക്കും പിന്നെ ആ കടക്കാർക്കും എല്ലാം, പിന്നെ എൻ്റെ കൂടെ വന്ന എൻ്റെ ഇൻസ്ട്രക്ടർക്കും എല്ലാം ഞാനൊരു ബിഗ് താങ്ക്സ് പറയുക കേട്ടോ.